ഹലോ, ഇന്ന് സൂപ്പർ ടേസ്റ്റിൽ അയലക്കറി തയ്യാറാക്കാം. അതിനുവേണ്ടി കുറച്ച് ചേരുവകൾ ആവശ്യമുണ്ട്. അവ എന്താണെന്ന് നോക്കാം. 6 അല്ലി ചെറിയ വെളുത്തുള്ളി, 4 ചെറിയുള്ളി, 4 പച്ചമുളക്, ഒരു പഴുത്ത തക്കാളി, ഒരു ചെറിയ സവാള, ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ബാക്കി ചേരുവകൾ ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാളയും ചെറിയുള്ളിയും ചേർക്കാം. ഇവയുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് കരിയാതെ തന്നെ വഴറ്റിയെടുക്കാം. പച്ചമണമെല്ലാം മാറി വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് 1/4 സ്പൂൺ ഉലുവപ്പൊടി ചേർക്കാം. ഉലുവപ്പൊടി വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി. നല്ല എരിവുള്ള കറിയാണ്, അതുകൊണ്ട് 3 സ്പൂൺ തന്നെ മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഈ മസാലകളെല്ലാം കരിയാതെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ചേർക്കാം. തക്കാളിയിലെ വെള്ളമെല്ലാം വറ്റി ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് പുളിയും വെള്ളവും ചേർക്കാം. 3 കുടംപുളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ഇതിലേക്ക് ചേർക്കാം. മീൻ ചേർത്തതിന് ശേഷം 20 മിനിറ്റ് ഒന്ന് വറ്റാൻ വയ്ക്കണം. ഉപ്പും പുളിയും എല്ലാം മീനിലേക്ക് നന്നായി പിടിച്ചതിന് ശേഷം 1/4 മുറി തേങ്ങ മിക്സിയിലടിച്ച് പാലെടുത്ത് വയ്ക്കണം. അത് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ കറി ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാലും വേപ്പിലയും ചേർത്തൊന്ന് അല്പസമയം അടുപ്പിൽ വെച്ചതിന് ശേഷം തിളച്ച് വറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അടിപൊളി മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഫ്രണ്ട്സ്.